الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان، فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ പുണ്യകരമായ ദിനരാത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന നോമ്പടക്കമുള്ള എല്ലാ ആരാധനാകർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ഇഖ്ലാസോടുകൂടിയുള്ള
പരിപൂർണ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങളായി കബൂൽ ചെയ്യുകയും അതിമഹത്തായ അനുഗ്രഹങ്ങൾ ഇഹപര ജീവിതങ്ങളിൽ പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ നാഥനോട് ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ വളരെ പുണ്യകരമായ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിലുപരിയായി വിശുദ്ധ റമദാനിലെ 23 ദിനങ്ങൾ പൂർത്തിയാവുകയാണ്. റമദാനിൽ ഇനി എത്രയാണ് ബാക്കിയുണ്ടാവുക എന്ന് നമുക്ക് കണക്കുകൂട്ടി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഏറി വന്നാൽ ഒരു 7 ദിവസം കൂടി, അതല്ലെങ്കിൽ ഒരു 6 ദിവസം ആണ് വിശുദ്ധ റമദാനിൽ നിന്ന് ഇനി അവശേഷിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ശീലങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെയാണ് റമദാനിന്റെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനല്ലാത്ത മാസങ്ങളിൽ നമ്മുടെ ദിനചര്യകളല്ല നമുക്ക് റമദാനിലുള്ളത്. നമ്മുടെ ശീലങ്ങൾക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല ഒരളവിൽ റമദാൻ മാസം നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുകയും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്തു പോരുന്നുണ്ട്. ഈ വിശുദ്ധ റമദാനിന്റെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നതോടൊപ്പം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ സാരമായി സ്വാധീനിച്ചു കഴിഞ്ഞ, ഇനിയും വലിയ അളവിൽ നമുക്ക് താങ്ങാനാവാത്ത അളവിൽ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ആശങ്കിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം മുറുകുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധം കടുക്കുകയാണ്, യുദ്ധം മുറുകുകയാണ്. അത് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ സാധാരണഗതിയിൽ അങ്ങനെയാണ്. ആക്രമണത്തിനിരയാകുന്ന നാട്ടിലെ ജനങ്ങളെയാണ്, അല്ലെങ്കിൽ അവരെ മാത്രമാണ് വലിയ അളവിൽ നേർക്കുനേരെ യുദ്ധം ബാധിക്കുക. പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധം അത് തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ അത് ലോകത്തെ ആകെ ബാധിച്ചു കഴിഞ്ഞു. ലോകമാകെ അതിന്റെ ദുരിതം പേറേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ഇനിയും ദിവസങ്ങൾ മുന്നോട്ടു പോകുന്നിടത്തോളം ആ പ്രതിസന്ധിയും ആ പ്രയാസങ്ങളും കടുക്കുകയാണ് ചെയ്യുക എന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേവലം നമ്മുടെ ഉറ്റവരും ഉടയവരും ധാരാളമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ജീവിതങ്ങളെ ബാധിക്കുന്നു, അതല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നു, അവരുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നു, അവരുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന അളവിൽ മാത്രമല്ല. നമ്മുടെ നാട്ടിൽ ഇതിനകം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാചകവാതകത്തിന്റെ ക്ഷാമം ബാധിച്ചു കഴിഞ്ഞു. അതുപോലെയുള്ള അവശ്യ സാധനങ്ങളുടെ ക്ഷാമം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആളുകൾ തെരുവിൽ ഗ്യാസ് സിലിണ്ടർ നിറച്ചു കിട്ടുന്നതിന് വേണ്ടി ക്യൂവിൽ നിൽക്കേണ്ടുന്ന, കാത്തുകെട്ടിക്കിടക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഇതിനകം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്, നമ്മളിൽ പലരുടെയും അനുഭവം അനുസരിച്ചും നമ്മുടെ നാട്ടിൽ തന്നെയും ഗ്യാസ് ഏജൻസികളിലെ ഫോൺ നമ്പറുകളിലേക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ വിളിച്ചാൽ എടുക്കാത്ത സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. അവർ ഫോൺ ഓഫ് ചെയ്ത് പ്രതികരിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നമ്മുടെ പച്ചയായ ജീവിതങ്ങളെ ബാധിക്കുന്ന സ്വഭാവത്തിലേക്ക് യുദ്ധത്തിന്റെ കെടുതികൾ കടന്നു വരുന്നു എന്നതാണ്. അതിനി വർദ്ധിക്കും. കാരണം
ഇറാന്റെ നിയന്ത്രണത്തിലുള്ള, നിലവിൽ അന്യായമായി ആക്രമിക്കപ്പെട്ട ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആക്രമണത്തിന് മുൻകൈയെടുത്ത അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച് യുദ്ധത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അവർ നൽകുന്ന സൂചനകൾ. യുദ്ധം ഇനി എപ്പോഴവസാനിപ്പിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് പ്രസ്താവന നടത്താൻ മാത്രമുള്ള ധൈര്യം അവർക്കുണ്ടായിരിക്കുന്നു. അപ്പോ അവർ വളരെ കൃത്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള, തങ്ങളുടെ അനുമതിയില്ലാത്ത ലോകത്തിന്റെ ഒരു ഭാഗത്തേക്കും ഒരു കപ്പലും കടന്നു പോകാൻ അനുവദിക്കാത്ത വിധം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക്, അതിലൂടെ യുദ്ധത്തിന് അറുതിയാകാതെ, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾക്ക് വഴങ്ങാതെ അതിലൂടെ ഒരു കപ്പലും കടന്നു പോകില്ല എന്ന് ഭീഷണി മുഴക്കുക മാത്രമല്ല, കടന്നു പോകാൻ ശ്രമിച്ച പല കപ്പലുകളെയും അവർ തകർക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. കണക്കുകൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലേക്ക് ഭക്ഷ്യസാധനങ്ങളായും അതല്ലാത്ത നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട അവശ്യ സാധനങ്ങൾ കടന്നു വരുന്നതിൽ അതിന്റെ 30%, 40% ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാണിജ്യ കപ്പലുകളിൽ കടന്നു വരേണ്ടുന്ന ഒരു പ്രദേശം കൂടിയാണിത് എന്നതാണ്. അതിലൂടെ കപ്പൽ ഗതാഗതം മുടങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ കടന്നുവരവ് നിലച്ചു എന്നതാണ്. അപ്പൊ ഇങ്ങനെ ഭൗതികമായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നേർക്ക് നേരെ ബാധിക്കുന്ന സ്വഭാവത്തിൽ ഒരു യുദ്ധം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കത്തിപ്പടരുന്ന ഒരു വേളയിലാണ് നമ്മൾ ഉള്ളത്. അതേ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഒരു വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് അവസാനിച്ചു പോകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യുദ്ധത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചു കിട്ടാൻ, അതിന്റെ കെടുതികൾ ഇനിയും വ്യാപിക്കാതിരിക്കാൻ, യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് മോചനം കിട്ടാൻ, നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാൻ ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവോട് നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിലാണ് അഭയം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളാണ്. നമ്മെ രക്ഷിക്കുമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും വളരെ ക്ലാരിറ്റിയോടുകൂടി തങ്ങളുടെ രക്ഷക്കെത്തുമെന്ന് കരുതുന്നവരൊന്നും തങ്ങളുടെ രക്ഷക്കെത്തുകയില്ല എന്ന് ബോധ്യമായി കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും ശക്തി ദൗർബല്യങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് യുദ്ധത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പത്രമാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. അപ്പൊ ഭൗതികമായ അത്തരം ചില കാര്യങ്ങളുണ്ട് എന്നതോടൊപ്പം തന്നെ ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ, ലോകത്തെപ്പോഴും എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് നടക്കുക. അതിൽ ഒരു വേട്ടക്കാരനും ഒരു ഇരയും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അന്യായക്കാരനും ഒരു ന്യായക്കാരനും ഉണ്ടാകും. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പക്ഷവും അതേപോലെ തന്നെ അസത്യത്തെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു പക്ഷവും ഉണ്ടാകും. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ യുദ്ധങ്ങൾ വിജയിക്കുക ആയുധശേഷി കൊണ്ടല്ല, മറിച്ച് ധാർമ്മികമായ കരുത്തുകൊണ്ടും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടുമാണ് എന്ന പാഠങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടുള്ള എണ്ണം പറഞ്ഞ യുദ്ധങ്ങളെ വിശകലന വിധേയമാക്കിയിട്ടുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളും, വളരെ വലിയ പല സൂറത്തുകളും യുദ്ധങ്ങളെ വിശകലനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്ന് മാത്രമല്ല, യുദ്ധങ്ങളെ വിശകലനം ചെയ്യുന്ന സൂറത്തുകളും ആയത്തുകളും വിശുദ്ധ ഖുർആനിലുണ്ട് എന്നത് മാത്രമല്ല, യുദ്ധങ്ങളുടെ പേരിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകളുണ്ട് എന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോ യുദ്ധങ്ങളെ വിശുദ്ധ ഖുർആൻ വിശകലനം നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വിശകലനം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നാമത്തേത് ബദർ യുദ്ധമാണ്. ബദർ യുദ്ധം നമ്മൾ ഈ റമദാനിന്റെ ഒരു സന്ദർഭത്തിൽ തന്നെ സ്മരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു യുദ്ധമാണ്.
അത് ഇസ്ലാമിക ചരിത്രത്തിൽ എന്നല്ല മനുഷ്യ ചരിത്രത്തിൽ തന്നെ വളരെ വിസ്മയകരമായ സത്യാസത്യങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള, നീതിയും അനീതിയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു വലിയ പോരാട്ടം, വിസ്മയകരമായ ഒരു പോരാട്ടം എന്നുള്ള നിലക്ക് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ഇന്നും സാധാരണഗതിയിലുള്ള അല്ലെങ്കിൽ ഭൗതികമായ വീക്ഷണകോണിലൂടെയുള്ള വിശകലനങ്ങൾക്ക് വഴങ്ങാത്ത യുദ്ധമാണ്. യുദ്ധവും യുദ്ധതന്ത്രങ്ങളും യുദ്ധവിജയങ്ങളുമാണ് ബദറിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബദറിനെ വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധത്തിന് ശേഷം വിശകലനം നടത്തിയിട്ടുണ്ട്. ഉഹദിനെ വിശുദ്ധ ഖുർആൻ വിശകലനം നടത്തിയിട്ടുണ്ട്. സൂറത്ത് ആല ഇംറാനിൽ ബദറിന്റെയും ഉഹദിന്റെയും വിശകലനങ്ങളുണ്ട്. സൂറത്തുൽ അൻഫാലിൽ ബദർ യുദ്ധത്തിന്റെ വിശകലനമാണുള്ളത്. സൂറത്തു തൗബയിൽ തബൂക്ക് യുദ്ധത്തിന്റെയും ഹുനൈൻ യുദ്ധത്തിന്റെയും ഒക്കെ വിശകലനങ്ങളുണ്ട്. സൂറത്തുൽ അഹ്സാബ് എന്ന പേരിൽ ഒരു യുദ്ധത്തിന്റെ പേരിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. അതിൽ ഇസ്ലാമിക സമൂഹം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധം, സഖ്യകക്ഷികൾ മുഴുവൻ മറുഭാഗത്തു നിന്നുകൊണ്ട് ഇസ്ലാമിക സൈന്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഖന്ദഖ് യുദ്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തെ കുറിച്ചുള്ള വിശകലനങ്ങൾ അതിലുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ യുദ്ധ വിശകലനങ്ങളുടെ രീതി എന്ന് പറയുന്നത് അതിന്റെ ബലാബലങ്ങൾ പരിശോധിക്കുകയും അതിനെ വിശകലന വിധേയമാക്കുകയും ചെയ്യുകയല്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ടതോ അതല്ലാത്തതോ ആ യുദ്ധങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളിലൊന്നും വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഡാറ്റകൾ ലഭ്യമാവുകയില്ല എന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള ഡാറ്റകൾ, കണക്കുകൾ നമുക്കതിൽ നിന്ന് ലഭ്യമാവുകയില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ പൊതുവിൽ തന്നെയുള്ള ഒരു സ്വഭാവം, വിശുദ്ധ ഖുർആന്റെ ഒരു മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം പുതുക്കുന്ന, ബന്ധം നമ്മൾ ഊഷ്മളമാക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോ വിശുദ്ധ ഖുർആനിൽ നിന്നുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചന നടത്തേണ്ടതാണ്. അങ്ങനെ വിശകലനം നടത്തുമ്പോൾ, വിശുദ്ധ ഖുർആനെ സമീപിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഈ അടുത്ത് ഡോക്ടർ നായിഫ് ബിൻ നഹാർ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള വിശകലനങ്ങളിൽ, അദ്ദേഹത്തിന്റെ വിശകലനങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ ഒരിക്കലും നിങ്ങൾക്ക് ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്ന, ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആൻ ധാരാളം ചരിത്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മുൻകാല സമൂഹങ്ങളെ കുറിച്ച്, മുൻകാല പ്രവാചകന്മാരെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കാലത്ത് നടന്നിട്ടുള്ള ധാരാളം സംഭവ വികാസങ്ങളെ കുറിച്ച് ഒക്കെയുള്ള പരാമർശങ്ങൾ, വിശകലനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ആ വിശകലനങ്ങളെയും ആ ചരിത്രത്തെയും ആ കഥാകഥനങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ചാൽ അതൊന്നും ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്ന, കണക്കുകൾ നമുക്ക് നൽകുന്ന ഒരു അവതരണ രീതിയല്ല അതിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിർഔനെ കുറിച്ച് ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഫിർഔനിന്റെ യഥാർത്ഥ പേരെന്താണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു രാജാവിന് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ്, അതൊരു വ്യക്തിയുടെ പേരല്ല. മൂസാ നബി അലൈഹിസ്സലാമയുടെയും ഫിർഔനിന്റെയും ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഫിർഔന്റെ പേര് ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. ഏത് കാലത്താണ് ഫിർഔൻ ജീവിച്ചത് എന്നതിന്റെ കണക്ക് ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല. എത്ര വർഷമാണ് ഫിർഔൻ ജീവിച്ചതെന്നോ ഭരണം നടത്തിയതെന്നോ ഉള്ള കണക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. ഫിർഔന്റെ കൂടെ സൈന്യമായി എത്ര പേരുണ്ടായിരുന്നു? മൂസാ നബി അലൈഹി സ്വലാമിയുടെ കൂടെ രക്ഷപ്പെട്ടു പോകുന്ന, കടൽ നീന്തിക്കടന്ന സമൂഹത്തിന്റെ എണ്ണം എത്രയായിരുന്നു? ഇങ്ങനെയുള്ള കണക്കുകൾ വെച്ചിട്ടുള്ള ചരിത്രാവതരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നതാണ്. അതെന്തുകൊണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നായിഫ് ബിൻ നഹാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിക ലോകത്ത് ലഭ്യമായ ഏറ്റവും ക്രാന്തദർശിയായ ഇസ്ലാമിക ചിന്തകനും പണ്ഡിതനുമാണ് അദ്ദേഹം. ചെറുപ്പക്കാരനായ ഖത്തരിയായ ഡോക്ടർ നായിഫ് ബിൻ നഹാർ. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ ക്ലാസുകൾ, ഇതൊക്കെ അറബി ഭാഷ അറിയാവുന്നവർക്ക് സുലഭമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഖുർആൻ ഒരിക്കലും ഒരു
കണക്കുകൾ സമ്മാനിക്കുന്ന, നമുക്ക് കണക്കുകൾ പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമല്ല. മറിച്ച് ഏത് ചരിത്രത്തെ അവതരിപ്പിക്കുമ്പോഴും ഏത് സംഭവ വികാസത്തെ അവലോകനം ചെയ്യുമ്പോഴും വിശുദ്ധ ഖുർആനിന്റെ രീതി അതിലൂടെ നമ്മളിൽ ഒരവബോധം സൃഷ്ടിക്കുക, ആ അവബോധം സൃഷ്ടിക്കാനുള്ള കിതാബു സിനാഅത്തിൽ വഅി, മനുഷ്യരിൽ കാഴ്ചപ്പാടുകളും അവബോധങ്ങളും സൃഷ്ടിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനെ ഏത് വിഷയത്തിൽ പഠന വിധേയമാക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോഴും നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടേണ്ടുന്നത് ഡാറ്റകളല്ല. ഡാറ്റകൾ പ്രധാനമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം ഖുർആൻ നമുക്ക് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കാലത്തും ഓരോ പ്രതിസന്ധിയിലും ഓരോ വെല്ലുവിളികളിലും അതിനെയൊക്കെ അഭിമുഖീകരിച്ച് പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചൊക്കെ മനുഷ്യർക്ക് ഏത് കാലത്തും ജീവിക്കേണ്ടി വരുമ്പോൾ ഏതൊരു അവബോധത്തിൽ നിന്നുകൊണ്ടാണ്, ഏതൊരു കാഴ്ചപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, ഏതൊരു ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ വിശകലനം നടത്തേണ്ടത്, കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്നതിനുള്ള കരുത്താണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രദാനം ചെയ്യേണ്ടത് എന്നതാണ്. ഖുർആൻ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആന്റെ നമ്മുടെ പഠന രീതി പോലും നമ്മൾ മാറ്റിപ്പിടിക്കണം എന്നുള്ളതാണ് അത് നൽകുന്ന സന്ദേശം. നമുക്ക് ഖുർആൻ പഠനം എന്ന് പറയുമ്പോൾ പലപ്പോഴും കുറെ ഡാറ്റകൾ പെറുക്കിയെടുക്കാനുള്ള പഠനമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. ഒരാൾ ഖുർആൻ ക്ലാസ് എടുത്താൽ അല്ലെങ്കിൽ ഖുർആനിന് ഒരായത്തിന് ഒരാൾ വിശദീകരിച്ചാൽ അയാൾ കുറെ കണക്കുകൾ പറഞ്ഞാൽ നമുക്ക് അത് ഗംഭീരമായ ഒരു ഖുർആൻ ക്ലാസ് ആയി, ഖുർആന്റെ ഒരു അവതരണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം അതല്ല. നമുക്ക് കുറെ ഡാറ്റകൾ തരിക എന്നതിനപ്പുറത്ത് നമുക്ക് ഓരോ സംഭവ വികാസത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ അവബോധങ്ങൾ നമുക്ക് സമ്മാനിക്കുക എന്നതാണ്. അപ്പൊ യുദ്ധങ്ങൾ അവലോകനം ചെയ്യുമ്പോഴും വിശുദ്ധ ഖുർആന്റെ ഒരു രീതി എന്ന് പറയുന്നത് സൈന്യത്തിന്റെ കണക്ക് പറയില്ല, ആയുധബലത്തിന്റെ കണക്ക് പറയില്ല. ഖുർആൻ ബദറിൽ എത്രയാൾ പങ്കെടുത്തു എന്നതിന്റെ കണക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കിട്ടുകയില്ല. ശത്രുപക്ഷത്ത് എത്രയാളാണ് ഉണ്ടായിരുന്നത് എന്നതിന്റെ കണക്ക് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല. ബദറിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ഏറ്റുമുട്ടലുകളാണ് നടന്നത് എന്നതിന്റെ കണക്ക് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ബദറിലെ ശുഹദാക്കളുടെ പേരുകൾ പോലും വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല എന്നതാണ്. എന്തുകൊണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അതൊന്നും പ്രധാനമല്ല, വ്യക്തികൾ പ്രധാനമല്ല, എണ്ണം പ്രധാനമല്ല. ഒരു സത്യാസത്യ വിവേചനത്തിന്റെ ഒരു ഘട്ടത്തിൽ സത്യാസത്യങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന പോരാട്ടം നടക്കുന്ന ഒരു വേളയിൽ അവിടെ ആൾബലം പ്രധാനമല്ല, ആളുകൾ ആര് എന്നത് പ്രധാനമല്ല, എത്ര എണ്ണം എന്നത് പ്രധാനമല്ല, ആയുധശേഷി എന്ത് എന്നത് പ്രധാനമല്ല. അതിനപ്പുറത്ത് അവരെ നയിക്കുന്ന അവബോധങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ മാനസികവും അതേപോലെ തന്നെ ധാർമ്മികവുമായ കരുത്താണ് പ്രധാനം എന്ന പാഠമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ബദറിന്റെ വിശകലനം സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി നടത്തുന്നതിനിടയിൽ ബദറിന്റെ ഒരു മുഖവാചകം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു നൽകുന്ന സന്ദേശം വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ എന്നതാണ്. ആത്യന്തികമായി വിജയപരാജയങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൽ, സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ വിജയം വരുന്നത് അള്ളാഹുവിന്റെ വഴിക്ക് മാത്രമാണ്, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന പാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവോട് എത്ര അളവിൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് എത്ര അളവിൽ സാമീപ്യം നേടിയിരിക്കുന്നു, അള്ളാഹുവിനോട് ചോദിച്ചാൽ സഹായം കിട്ടുന്ന അളവിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിലും ഏത് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലും നിങ്ങളുടെ കൂടെ അള്ളയുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ പരീക്ഷണ ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ അവബോധങ്ങളും കാഴ്ചപ്പാടുകളും ഭൗതികമായ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും വളരെ സിമ്പിളായി ലളിതമായി മറികടക്കാൻ അത് നിങ്ങൾക്ക് പ്രേരണ നൽകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങളില്ല എന്നുള്ളത്, നിങ്ങൾക്ക് ആയുധശേഷിയില്ല എന്നുള്ളത്, നിങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളത് ഒന്നും അള്ളാഹുവുമായിട്ട് നിങ്ങൾ സാമീപ്യം നേടിയ ഒരു സന്ദർഭത്തിൽ
അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പം നേടിയ ഒരു സന്ദർഭത്തിൽ അതൊന്നും പ്രധാനമല്ല. കാരണം നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് അള്ളാഹു ഉണ്ടാകും എന്ന കരുത്ത്, എന്ന ധൈര്യം ആണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ വിജയങ്ങൾ നേടിത്തരിക എന്ന പാഠമാണ് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കുന്നത്, നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു നോമ്പ് കാലവും അതേപോലെ തന്നെ ഒരു യുദ്ധകാലവും ഉണ്ട്. രണ്ടിനെയും യുദ്ധത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ, അന്താരാഷ്ട്ര മീഡിയകൾ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ മുന്നോട്ട് വെക്കുന്ന കഴിഞ്ഞ ഗസ യുദ്ധത്തിന്റെ സമയത്തും ഇപ്പോൾ നടക്കുന്ന അമേരിക്ക ഇസ്രായേൽ ഒരു പക്ഷത്തും ഇറാൻ മറുപക്ഷത്തുമായി നടക്കുന്ന യുദ്ധത്തിലും അതിന്റെ വിശകലനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് എത്ര അളവിൽ ഒരു കൂട്ടർ ആയുധങ്ങൾ പ്രയോഗിക്കുന്നു എന്നതിന്റെ അളവ് നോക്കിയല്ല, കണക്ക് നോക്കിയല്ല, ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ മറുപക്ഷത്ത് എത്രയാൾ വധിക്കപ്പെട്ടു, തങ്ങളുടെ പക്ഷത്ത് നിന്ന് എത്രയാളുകൾ രക്തസാക്ഷികളായി എന്നതിന്റെ ഒന്നും കണക്ക് നോക്കിയല്ല യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നതാണ്. മറിച്ച് യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കേണ്ടത് ആ യുദ്ധം തുടങ്ങുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെയോ അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളെ മുഴുവനായോ നേടിയെടുക്കാൻ യുദ്ധത്തിന് തുടക്കമിട്ടവർക്ക് അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയവർക്ക് സാധ്യമായോ എന്ന് നോക്കിയാണ് യുദ്ധത്തെ വിലയിരുത്തേണ്ടത്. ആ നിലക്ക് കഴിഞ്ഞ ഒരു യുദ്ധത്തിൽ, ഇസ്രയേലും ഗസയും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ ഇസ്രയേലിന് അമ്പേ പരാജയമായിരുന്നു. ഗസ വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ, ആയുധ പ്രയോഗത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ, ആൾ നഷ്ടത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഗസക്കാണ്. താരതമ്യേന നഷ്ടം കുറവായിട്ടുള്ളത് ഇസ്രയേലിനാണ്. പക്ഷേ യുദ്ധത്തിന്റെ വിജയം അത് ഗസയുടെ കൂടെയായിരുന്നു. കാരണം ഇസ്രയേൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ലക്ഷ്യവും നേടിയെടുക്കാൻ ഇസ്രായേലിനായില്ല ആ ഘട്ടത്തിൽ എന്ന് മാത്രമല്ല, ഗസ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കുകയും ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ വഴങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്ന US ഇസ്രയേൽ ഒരു പക്ഷത്തും മറുഭാഗത്ത് ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ട ഒരു ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അമേരിക്കക്ക് സാധ്യമാവുകയില്ല എന്ന് മാത്രമല്ല, യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയുടെ പ്രസിഡന്റിന് ഓരോ സമയത്തും എന്താണ് വിളിച്ചു പറയേണ്ടത് എന്നതിന്റെ സമനിലത പോലും തെറ്റിയതിന്റെ സൂചനകളാണ് വാർത്തകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു സമയത്ത് അയാൾ സമാധാന ചർച്ചകളെ കുറിച്ച് സംസാരിക്കുന്നു, മറ്റൊരു സമയത്ത് അയാൾ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധം തുടരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ചില സമയങ്ങളിൽ, മറ്റു ചില സമയങ്ങളിൽ യുദ്ധം നാളെ അവസാനിക്കും അല്ലെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കും എന്നുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒട്ടും താൻ വിചാരിച്ചതുപോലെ തന്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്ന് ഉറപ്പാകും വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് അമേരിക്കയുടെ പക്ഷത്തു നിന്ന് ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കുന്നത്, ഒരു യുദ്ധം വിലയിരുത്തുക അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ എന്നതിനെ ആശ്രയിച്ചാണ്, എന്നത് നോക്കിയാണ് എന്നതുപോലെ തന്നെ നമ്മൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോൾ യുദ്ധം നമ്മുടെ മുമ്പിൽ അനിശ്ചിതമായിട്ടാണുള്ളത്. എന്നാണ് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. അതേസമയത്ത് റമദാൻ നമ്മുടെ മുമ്പിലുള്ളത് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. നമുക്കറിയാം ഇന്നത്തെ നോമ്പ് ഇന്ന് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മുടെ നോമ്പ് കഴിയും എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നോമ്പ് നോക്കൽ നമ്മൾ തുടർന്നാലും അത് പരമാവധി വ്യാഴാഴ്ച ദിവസം ശവ്വാൽ പിറ കണ്ടാൽ അതോടുകൂടി നോമ്പ് കാലം അവസാനിക്കുമെന്ന്. അതിലപ്പുറം നീണ്ടാൽ പരമാവധി ഒരു ദിവസം കൂടി നീണ്ട് റമദാൻ 30 പൂർത്തിയാക്കി അടുത്ത വെള്ളിയാഴ്ച കൂടി നോമ്പ് നോറ്റ് ശനിയാഴ്ച നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കണക്ക് കൂട്ടി പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു റമദാൻ അവസാനിച്ചു പോകുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മുടെ വിജയപരാജയം വിലയിരുത്തേണ്ടുന്ന സന്ദർഭമാണിത്. ഈ പോരാട്ടത്തിൽ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പിശാചുക്കളെയൊക്കെ ചെങ്ങലക്കിട്ട് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ച് സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് അവന്റെ റഹ്മത്തിന്റെ വാതിലുകളെല്ലാം നമുക്ക് വേണ്ടി മലർക്കെ തുറന്നു തന്ന് അവൻ മഗ്ഫിറത്തിന് വേണ്ടി നമ്മുടെ തൗബക്ക് വേണ്ടി അവൻ ആശയോടുകൂടി കാത്തിരുന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് ആ മഗ്ഫിറത്ത് നൽകേണ്ടവർക്കെല്ലാം നൽകി നരക വിമോചനം എന്ന് പറയുന്ന വലിയ ഓഫറിന്റെ ഒരു കാലം, ഒരു സീസൺ നമ്മളിലൂടെ കടന്നുപോയി. ഒരു റമദാൻ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിജയപരാജയങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് റമദാനിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എത്ര അളവിൽ നമ്മൾ വിജയിച്ചു എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ വിലയിരുത്തലിന്റെ സന്ദർഭമാണ്. റമദാൻ വിട പറയുകയാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിയുവോളം അതിന്റെ കൂടെ ഇനി എങ്ങനെയെങ്കിലും പെരുന്നാൾ വരെ എന്ന് കരുതുന്നതിന് പകരം വളരെ ഗൗരവത്തിൽ ഈ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഏതൊക്കെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നിടത്താണ് ഞാൻ വിജയിച്ചിട്ടുള്ളത്, ഇനിയും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണുള്ളത് എന്നതിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിശകലനങ്ങളും വിലയിരുത്തലുകളും നടത്തുകയും കുറവുള്ളതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ ഇനിയും സമയമുണ്ട്. റമദാനിലെ സവിശേഷമായ സമയങ്ങൾ ഇനിയും നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മഹത്തായ രാവ് ഇനിയും ഈ റമദാനിൽ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. ഈ റമദാൻ അവസാനിക്കുന്ന ഒരു രാവുണ്ട്. ആ രാവ് ഈ റമദാനിലെ എല്ലാ രാവുകളിലും അള്ളാഹു എത്രയെണ്ണം ആളുകളെയാണോ നരകത്തിൽ നിന്ന് വിമോചിപ്പിച്ചിട്ടുള്ളത് അത്രയും എണ്ണം ആളുകളെ റമദാനിലെ ബാക്കിയുള്ള 28 29 രാവുകളിലൂടെ അള്ളാഹു നരക വിമോചനം സാധ്യമാക്കിയിട്ടുള്ള അത്ര എണ്ണം ആളുകൾക്ക് ഒന്നിച്ച് നരക വിമോചനം അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ള അത് സാധ്യമാക്കുന്ന രാവാണ് റമദാനിലെ ഏറ്റവും അവസാനത്തെ രാവ്. ഒരുപക്ഷെ എല്ലാവരും പെരുന്നാളിന്റെയൊക്കെ ആഘോഷങ്ങളിലേക്കുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി വിസ്മരിച്ചു പോകുന്ന റമദാനിന്റെ അവസാനത്തെ ഒരു രാവിന് അങ്ങനെ സവിശേഷതയുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കാനുള്ള സമയം നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഈ റമദാനിൽ കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, പരിശീലിക്കേണ്ടതൊന്നും പരിശീലിച്ചിട്ടില്ല എങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള റമദാനിന് ശേഷമുള്ള നമ്മുടെ ഒരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ദുരിതപർവങ്ങൾ ഉള്ളതായിരിക്കും, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളതായിരിക്കും. പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ, ജീവിതത്തിൽ സൗകര്യങ്ങൾ കുറയുമ്പോൾ, ജീവിത വിഭവങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോൾ, നമ്മൾ കൃഷി ചെയ്യുന്നില്ല, ആരെങ്കിലും കൃഷി ചെയ്തത് കപ്പൽ കയറി വന്നിട്ട് വേണം അന്നം കഴിക്കാൻ എന്നുള്ള സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും ഉള്ളത്. അങ്ങനെ അന്നം കടന്നു വന്നിട്ടില്ലെങ്കിൽ, അന്നം കപ്പൽ കയറി കടന്നു വന്നിട്ടില്ലെങ്കിൽ, LPG ഗ്യാസ് കപ്പൽ കയറി കടന്നു വരാൻ വകുപ്പില്ലെങ്കിൽ, എണ്ണ കപ്പൽ കയറി വരാൻ വകുപ്പില്ലെങ്കിൽ, എല്ലാം മൊത്തം ഇപ്പോൾ തന്നെ രാജ്യത്തെ, സംസ്ഥാനത്തെ, കേരളത്തിലെ അടക്കം വൻകിട നഗരങ്ങളിലെ ഹോട്ടലുകളെല്ലാം വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാവാത്ത കാരണം കൊണ്ട് അടച്ചുപൂട്ടി തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങാം എന്ന് കരുതിയാൽ പുറത്തിറങ്ങിയാൽ ഭക്ഷണം കിട്ടാത്ത സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ജീവിതം അങ്ങനെ പരീക്ഷിക്കപ്പെടും. നമ്മൾ അങ്ങനെ പട്ടിണി കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഒരു തലമുറയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഒരു യുദ്ധത്തിന്റെ കെടുതികൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് പ്രതീക്ഷിക്കുന്നതിലും വേഗതയിൽ നമ്മളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര കാലം നീണ്ടുനിന്ന യുദ്ധങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഗസയിൽ 2 വർഷത്തിലധികം ഒരു യുദ്ധം നീണ്ടു നിന്നിട്ട് ഇത്ര കെടുതികൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരാഴ്ച പിന്നിടുമ്പോഴേക്ക്, വേണ്ട 3 4 ദിവസം പിന്നിടുമ്പോഴേക്ക് നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുണ്ടാകണമെങ്കിൽ, അതിനുള്ള കരുത്തുണ്ടാവണമെങ്കിൽ തഖ്വ വേണ്ടി വരും, സ്വബർ വേണ്ടി വരും, ധാർമ്മികമായ ശക്തി വേണ്ടി വരും, ഈമാനികമായ കരുത്തുണ്ടാകേണ്ടി വരും. അള്ളാഹു കൂടെയുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ ഇങ്ങനെ കത്തിത്തിളങ്ങി നിൽക്കേണ്ടി വരും. എന്റെ വിളിപ്പുറത്ത് എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എല്ലാം അള്ളാഹുവിന്റെ ഖദാ ഖദർ അനുസരിച്ചാണ് നടക്കുന്നത്. ഈ ലോകത്ത് ഖൈറും ഷർറുമായി ഒരു ഇലയനക്കം പോലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്നില്ല.
അള്ളാഹു കരുതിയതേ നടക്കൂ, അള്ളാഹു ഇച്ഛിക്കുന്നതേ നടക്കൂ. ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, അള്ളാഹു കൊണ്ട് രക്ഷകനായി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മനസ്സിൽ തട്ടി പറയാനുള്ള തഖ്വയും സ്വബറും ഈമാനും ഒക്കെ ഈ റമദാനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേർക്ക് നേരെ ഉപകാരപ്പെടാൻ പോകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കാണ് മനുഷ്യർ, തമ്മാടിക്കൂട്ടങ്ങളായ മനുഷ്യർ ഭൂമിയിൽ വിതച്ചിട്ടുള്ള ഫസാദ് കാരണം നമ്മുടെ ജീവിതം വഴിമാറ്റപ്പെടാൻ പോകുന്നത് എന്ന ജാഗ്രത നമുക്കുണ്ടാകണം. അഭയം തേടാനുള്ളത്, നമുക്ക് സമീപിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ് നോമ്പിന്റെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തഖ്വ നേടിയെടുക്കണം, ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. നല്ലത് ചെയ്യാൻ, നല്ലതിന്റെ കൂടെ നിൽക്കാൻ, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള സൂക്ഷ്മതയും ധൈര്യവും ഉണ്ടാകണം. അസത്യത്തോട് പോരാടാൻ, അസത്യത്തിന്റെ എതിരിൽ നിൽക്കുവാൻ, തിന്മയെ വിഭാടനം ചെയ്യാൻ, തിന്മയെ ഇല്ലാതാക്കാൻ ഉള്ള സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാകണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. സ്വബറുണ്ടാകണം എന്നത് അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യമാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, കാര്യങ്ങൾ എളുപ്പമാണ്. അള്ളാഹിനോട് ചേർന്ന് നിൽക്കുക, അള്ളാഹ്ക്ക് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ റമദാൻ നോമ്പനുഭവത്തിലൂടെ സാധ്യമാകണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന പാഠം ജീവിതത്തിലേക്ക് കിട്ടണം. ആരാധനകളിലൂടെ, അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന പാഠം ജീവിതത്തിലേക്ക് കിട്ടണം. ആരാധനകളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ കഴിയണം. വലഅല്ലക്കും തഷ്കുറൂൻ, അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ പറ്റണം. അങ്ങനെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ പറ്റി. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അള്ളാഹിനെ കുറിച്ച് ഇനി സൃഷ്ടികളിൽ ആർക്കും സഹായിക്കാൻ കഴിയില്ല. അമേരിക്ക രക്ഷിക്കുകയില്ല, ഇസ്രയേൽ രക്ഷിക്കുകയില്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വയം രക്ഷ പോലുമില്ല, അവർക്ക് നമ്മയും രക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെയും സൈനിക സംവിധാനങ്ങൾക്കും ഭരണാധികാരികൾക്കും നമ്മുടെ രക്ഷക്കെത്താനാകില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ ഇനി ആരുണ്ട് രക്ഷക്ക് എന്നാലോചിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള ഈമാനികമായ കരുത്ത് റമദാനിലൂടെ, റമദാനിലെ ആരാധനകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അങ്ങനെ വിളിപ്പുറത്ത് അള്ളാഹു ഉണ്ട് എന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കാൻ പറ്റണം. അങ്ങനെ അള്ളാഹുവോട് ചോദിക്കാനും, അള്ളാഹുവിൽ നിന്ന് ഉത്തരം തേടാനും, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാനും, വലഅല്ലഹും യർഷുദൂൻ, വിവേകികളായി ജീവിക്കാനും റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് സാധ്യമാകണം. ഇതൊക്കെയും ഇങ്ങനെ ലഅല്ലഹും യത്തഖൂൻ, ലഅല്ലക്കും തഷ്കുറൂൻ, ലഅല്ലഹും യർഷുദൂൻ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ നോമ്പിന്റെ ആയത്തുകളുടെ അവസാനങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതൊക്കെയും നോമ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഒരു യുദ്ധത്തെ വിലയിരുത്തുന്നത് പോലെ, ഒരു യുദ്ധത്തിലെ വിജയപരാജയങ്ങൾ വിലയിരുത്തുന്നത് പോലെ ഈ റമദാനിലെ പോരാട്ടത്തിൽ, റമദാനിലെ നോമ്പനുഷ്ഠാനവും മറ്റ് ആരാധനകളും വെച്ചുള്ള നമ്മുടെ ഒരു പോരാട്ടത്തിൽ നമ്മുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഈ ലക്ഷ്യങ്ങളിൽ എത്ര എണ്ണം നേടിയെടുക്കാൻ, എത്ര അളവിൽ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമായി എന്ന ആത്മവിചാരണ ഉണ്ടാകേണ്ടുന്ന സന്ദർഭമാണ്. ഇനിയും നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യങ്ങളിലേക്ക് സൂക്ഷ്മമായി ചുവടുകൾ വെക്കേണ്ടുന്ന, സൂക്ഷ്മമായി അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകേണ്ടുന്ന സന്ദർഭമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഒരുപാട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരുണ്യവാനായ നാഥൻ വിശുദ്ധ റമദാൻ വഴി ഈമാനികമായ, ധാർമ്മികമായ കരുത്ത് സമ്പാദിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും നമ്മളെപ്പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാധുക്കളായ, നിരപരാധികളായ മനുഷ്യരും അനുഭവിക്കുന്ന യുദ്ധക്കെടുതികളിൽ നിന്ന്, ആ യുദ്ധം സൃഷ്ടിക്കുന്ന, ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നൂറായിരം പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും നമുക്ക് സമാധാനം നൽകി, സുരക്ഷ നൽകി, നമുക്ക് ജീവിത വിഭവങ്ങൾ നൽകി നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.